ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുകന്യ. വെൽക്കം ടു സൂസൈസ് ലോഗി. കിരീടം. 1989 സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഡ്രാമ മൂവിയാണ് കിരീടം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ തിലകൻ സാറിന്റെയും ലാലേട്ടന്റെ ആക്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും പറയുമ്പോൾ അത് അഭിനയിക്കുകയല്ല, അത് ജീവിക്കുക എന്ന് പറയുന്ന പോലെയാണ്. സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛന്റെ തെമ്മാടി, അത് നമുക്ക് ഓരോ സീനിലും കാണാൻ പറ്റും. വളരെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം, അതിന് ചൊല്ലി ഉണ്ടാകുന്ന ഒരുപാട് വലിയ തർക്കങ്ങളും വലിയ പ്രശ്നങ്ങളും. തിലകൻ സാറിന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് തിലകൻ സാറിന്റെ ക്യാരക്ടർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. MLA യുടെ മകനായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ട്രാൻസ്ഫർ കിട്ടി രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം. ആദ്യത്തെ ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും ഇത്ര സമാധാനമായിട്ടുള്ള, എന്ത് സമാധാനമായിട്ടുള്ള വീട്, എന്ത് സമാധാനമായിട്ടുള്ള സിനിമ എന്നുകൊണ്ട് നമുക്ക് തോന്നും. അതിനുശേഷമുള്ള 1.5 മണിക്കൂർ അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. ആ MLA നാറി പറ്റിച്ചളഞ്ഞല്ലോ സാറേ. മെസ്സേജ് രാവിലെ എത്തി. തലവെട്ടാനൊന്നും അല്ലല്ലോ ഓർഡർ, ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സസ്പെൻഷനോ? ട്രാൻസ്ഫർ. രാംപുരത്ത് പോയിട്ട് ആദ്യം പ്രശ്നം ഉണ്ടാകുന്നത് പറഞ്ഞു വെച്ചാൽ അവിടെ ഒരു അടിപിടി ഉണ്ടാകുന്നു. അതിൽ ഈ ഗുണ്ടകളെല്ലാം ഇടപെടുന്നു. അതിന്റെ സമയത്ത് പോലീസ് വരുമ്പോൾ നമ്മൾ അച്യുതൻ നായർ, ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായർ ഇടപെടുന്നു. അവര് തല്ലുന്നു, തിരിച്ചു തല്ലുന്നു. സ്വന്തം അച്ഛനെ തല്ലി വെച്ചാൽ ആരും നോക്കി വെക്കില്ലല്ലോ. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷനിൽ, ആ ഒരു ദേഷ്യത്തിൽ എന്താണ് നമ്മുടെ സേതു തിരിച്ച് ഗുണ്ടകളെ തല്ലുന്നു. ലാസ്റ്റാണ് അറിയുന്നത് ഗുണ്ട എന്ന് പറയുന്നത് അവൻ തല്ലി ആവശ്യമാക്കിയത് കീരിക്കാരനെയാണെന്ന് അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്. അവിടെ നിന്നാണ് എല്ലാ പ്രശ്നത്തിനും തുടക്കം. എന്ത് സംഭവിച്ചാലും നിയമം കയ്യിലെടുക്കാൻ നീ ആരാ? ഞാൻ എന്റെ ജോലിയാ ചെയ്തത്, എന്റെ ഡ്യൂട്ടി. അതിനിടെ ചിലപ്പോൾ ചത്തുപോയെന്ന് വരും. ഞാൻ ചെയ്തൊരു മകന്റെ കടമയാ. അതിനെന്ത് ശിക്ഷ വേണം ഞാൻ സ്വീകരിക്കാം. നീ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്തില്ലല്ലോ മോനെ? ഓർത്തു, എല്ലാം ഓർത്തു. പക്ഷെ എന്താ പുതിയൊരു റൗഡി വന്നിട്ടില്ലേ സേതു? അവന് കള്ള് തലക്ക് കയറിയതാ. പോലീസിനെ വിളിക്കാൻ പറ. ചൊന്നാരെ, നിങ്ങളെ മോ ബാറ് കയറി തല്ലുണ്ടാക്കി. എന്റെ നജീവിന് ആ ഗോപാലൻ സാറിന്റെ ചെക്കനും കൂടെ കൂട്ടിയിട്ട് പോയിന്. പിടിച്ചു മാറ്റാൻ ചെന്നപ്പോ ദേ ഇവന്റെ തല ഈ വണ്ണത്തിലാ മുഴിച്ചിരിക്കണേ. അല്ല, സേതു എന്തും വിചാരിച്ചിട്ടാ ഇറങ്ങിക്കണേ. അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യാ? വിശ്വാസല്ലേ ബാറിൽ ചെന്ന് ചോദിക്കേ. ടൗണിൽ പാട്ടാ. സേതു, എന്താ നീയോ നശിച്ചു, നാട്ടുകാരുടെ പിള്ളേരെ കൂടെ നശിപ്പിക്കണം. അയ്യോ, എന്തായി കാണിക്കണേ? എന്റെ മോൻ എന്താ തെറ്റാ ചെയ്തേ? മോനോട് ചോദിക്ക്. എന്താണ് ഉണ്ടായത്? എനിക്കറിയില്ലമ്മേ. അറിയില്ലേ? കള്ളത്തരം പറയുന്നോ? നിന്റെ പൊന്നുമോൻ കള്ളു കുടിച്ച് ബാറിക്കിടന്ന് തല്ലുണ്ടാക്കി. ആ ഹമീദിന്റെ മോനെ കൊണ്ടുപോയി തല്ലുള്ളിച്ചു. നേരാണോ മോനെ കേക്കണേ? ഇല്ലമ്മേ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല, മദ്യം കഴിച്ചിട്ടില്ല. ആഹാ, ഇപ്പൊ ഹമീദ് തടഞ്ഞു നിർത്തിയോണ്ട് പറഞ്ഞതാ ആ ചെക്കന് ഇവന് വേണ്ടി തല്ലുകൊണ്ടത്രേ. ഈ നാട്ടുകാരെ മുഴുവൻ നീ ശത്രുക്കളാക്കും. നേരാണോ മോനെ? ഇല്ലമ്മേ. നീ ബാറി പോയിട്ട് പോലും ഇല്ല? പോയിരുന്നു. കണ്ടോ, ബാറി പോയി കുടിക്കാൻ. പിന്നെ ഇതില് പറയുമ്പോ പുള്ളിക്കാരന്റെ, അതായത് സേതുവിന്റെ മാനസികാവസ്ഥയും കൂടെ അവർ മനസ്സിലാക്കണമായിരുന്നു. പുറത്തുനിന്ന് പറയുന്നത് കേട്ടിട്ട് അത് കേട്ടിട്ട് നമ്മുടെ മക്കളെ ജഡ്ജി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അതെല്ലാ പാരന്റിങ്ങിലും അത് തെറ്റാണ്. ആദ്യം അവർക്ക് പറയാൻ എന്താണെന്ന് കേൾക്കണം. അവർ പറയുന്നത് എന്താണോ അത് ലിസൺ ചെയ്തിട്ട് വേണം അവരും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പുറത്തുനിന്ന് 4 പേര് വന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്താനോ ജഡ്ജ് ചെയ്യാനോ പറ്റില്ല. അത് അവിടെ ഒരു മോശം പാരന്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. താൻ ആ ബാറിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? സാർ, അത് ഞാനല്ല. നുണ പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ താൻ പല സ്ഥലത്ത് നടന്ന് വെല്ലുവിളിക്കുന്നത് കേട്ടു. ഞാനോ? എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അത് മതിയല്ലോ. ഹൈദ്രോസ് തന്റെ ബോഡി ഗാർഡാണ്. ഇവല്ല സാർ. താൻ വന്നിറങ്ങിയത് മുതൽ അയാളുണ്ടല്ലോ കൂടെ. അയാളെയും തന്റെ അളിയനെയും കൊണ്ട് റൗഡി പിരിവ് നടത്തുന്നുണ്ടോ? സാർ, മഹാഭാവം പറയരുത്. എന്റെ മുന്നിൽ വിളവെടുക്കരുത്. പല അഭിനയവും ഞാൻ കണ്ടതാ. താനൊരു പാവമാണെന്ന് വിചാരിച്ചാ തന്റെ അരികെ ദയയും ദാക്ഷിണ്യവും കാണിച്ചത്. പിന്നെ തന്റെ അച്ഛനോടുള്ള ബഹുമാനവും. മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇടിച്ച് നട്ടല് ഞാൻ ഓടിക്കും. ഒരു ജോസിനെ ഞാൻ വളർത്തില്ല, മനസ്സിലായടാ?
നോക്കി പേടിപ്പിക്കണ്ട. കയ്യബദ്ധത്തിന്റെ പേരിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി അവസാനം അതെന്നാ ഞാൻ അതാണ് എന്ന് ആയി തീർന്നൊരു സംഭവമാണ് ഈ സീനിൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടറിയാം എത്രത്തോളം ഇമോഷണൽ ആയിട്ടാണ് അത് സേതു എന്ന് പറയുന്ന ക്യാരക്ടർ സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് പറയുന്നതും തന്റെ ഫീലിങ്സ് ആരും മനസ്സിലാക്കുന്നുള്ള എന്ന് പറയുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ്. നിസ്സഹായാണ്, അവിടെ ഒന്നും ചെയ്യാനില്ല അദ്ദേഹത്തിന്. കാരണം എല്ലാരും കൂടെ അവിടെ മുദ്ര കുത്തി, നീ അങ്ങനെയാണ്, നീ അതായി, നീ ഗുണ്ടയാണ് അങ്ങനെയുള്ള സെറ്റപ്പ് അവിടെ ഓൾറെഡി മുദ്ര കുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു പാവം ലാലേട്ടനെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ല ഇത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്, അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി. സേതു, മോനെ എന്താ ഇത്? എന്ത് വിചാരിച്ചാ നീ? അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വയ്യ. അത് ഒരുപാട് വിഷമിപ്പിക്കുന്ന സീനും കൂടിയാണ് കേട്ടത്. എന്റെ ഈ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറഞ്ഞാൽ കയ്യെത്തുന്ന അകലത്തുനിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എന്താ ചെയ്യേണ്ടത് അറിയേണ്ട നിസ്സഹായനായി നമ്മുടെ സേതു. നമ്മൾ രക്ഷപ്പെട്ടടി. എന്താ? SI സെലക്ഷന്റെ ലിസ്റ്റ് വന്നു. സേതുന് സെക്കൻഡ് റാങ്ക്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നിനക്കുള്ളത് ഇന്റർവ്യൂ കാടാ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ചെക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അവനെവിടെയാ പോയെ? ഇതൊന്ന് പറയാൻ. രക്ഷപ്പെട്ടു പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണം. എനിക്ക് ജീവിക്കണം. ആരും കാണാതെ അതിനകത്ത് കടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ. ദേവിയുടെ കല്യാണാണ്. കൃഷ്ണമാവൻ വന്നിരുന്നു. നീ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ടുപോകണം. ഈ നിമിഷം ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അത് നടക്കില്ല. ഞാൻ തയ്യാറല്ല. എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. നീ എനിക്ക് നഷ്ടപ്പെടണം. അല്ലെങ്കിൽ നീ എനിക്കൊരു ബാധ്യതയാവും. ബാധ്യതയോ? അതെ, ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. അതിനിടയിൽ ദേവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ഇന്ന് നീ എന്റെ മനസ്സിലില്ല. സേതുട്ടാ, നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം അല്ലേ? എന്നെ ഇനി ഓർക്കരുത്. ഭയപ്പെടണ്ട. വഴക്കുണ്ടാക്കാനോ ഭീഷണിപ്പെടുത്താനോ അല്ല വന്നത്. യാത്ര പറഞ്ഞ് പിരിയാൻ. അവളെ ആശ്വസിപ്പിക്കണം. നല്ലതേ വരൂ എല്ലാവർക്കും.
കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. ഇന്നലെ ഞാൻ ഈ സീൻ കണ്ടിട്ട് കാരണേ ഉള്ളൂ, പിന്നെ എന്തിനും എനിക്ക് ഇന്ന് കരച്ചിൽ വരുന്നു. എന്റെ അരിഞ്ഞർ സ്നേഹിച്ച പെണ്ണ്, വീട്ടുകാര്, നാട്ടുകാര്, സ്വപ്നം എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഇനി എന്തും നേരിടാം, നമ്മൾ ഓൾറെഡി സ്ട്രോങ് ആയി പോകും. അതിൽ പറയുന്ന പോലെ ഭയങ്കര ട്രാജിക് ആയിട്ടുള്ള ഒരു ലാലേട്ടൻ്റെ ഒരുപാട് മൂവീസ്, ഒരു ട്രാജിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് കിരീടം. പിന്നെ ചെങ്കോല് പറയേണ്ട കാര്യമില്ലല്ലോ, ലാലേട്ടൻ ലാസ്റ്റ് ആകുമ്പോൾ മരിക്കും, അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്കത് ഇനി അതും കൂടെ എനിക്ക് കാണാനൊരു ത്രാണിയില്ല. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് കാരണം ചെങ്കോലും കൂടി കണ്ടു കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ ഓൾറെഡി കിരീടം കണ്ടതാ, ചെങ്കോലും കൂടി കാണാൻ എനിക്ക് വയ്യ. 2 മണിക്കൂർ ലെങ്ത്തുള്ള ഈ മൂവി കരയാണ്ട് ഒന്ന് കണ്ണ് നിറയാണ്ട് ആർക്കും കണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് ഇമോഷണലി നമുക്ക് ഭയങ്കര വിഷമമാവുന്ന ഒരുപാട് സീൻസും ഒരുപാട് ആക്ടിങ് ആണെങ്കിലും എൻ്റെ പൊന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും കണ്ടിരിക്കണം, കാണാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ എന്തായാലും കാണാം. യൂട്യൂബിൽ മൂവി ഉണ്ട്. ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു, കനിവേകുമീ വെണ്ണേകവും മഴനീർക്കിനാവായി മറഞ്ഞു. ലാസ്റ്റ് അവസാനമാകുമ്പോൾ കീരിക്കോടൻ ജോസും അവന്റെ ഗുണ്ടകളെല്ലാം കൂട്ടി വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ മനസ്സിലാവും, സേതുവിന് മനസ്സിലാകും ഇനി അവരെന്നെ കിട്ടാണ്ട് എന്തായാലും വെറുതെ ഇരിക്കില്ല, എന്റെ ജീവനാണ് എനിക്ക് വേണ്ടതെന്ന് സേതുവിന് മനസ്സിലാകും. അങ്ങനെയാണ് ഇവന് നേരിടാന്നുള്ള ഒരു തോട്ട് സേതുവിന്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ എല്ലായിടത്തും യാത്ര വരുന്ന ഒരു സീനാണ്. നിന്നെ അവരൊരുപാട് തല്ലിയ സാരമില്ല, ഇനി നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. അയാളുടെ ദേഷ്യം തീർന്നോ? തീരും. നീ നന്നായിട്ട് പഠിക്കണം, ഇവളെ പോലെ ഉഴപ്പരുത്. വക്കീലൊന്നും ആവണ്ട, ഒരു സബ് ഇൻസ്പെക്ടർ ആവണം. അച്ഛൻ്റെ മോഹം നീ നടത്തി കൊടുക്കണം. അമ്മേ, കരയില്ലേ അമ്മേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വേഗം രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി ഞങ്ങൾക്ക്. ഞാൻ പോവാണ്, യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. വേഗം പോവും. സേതു എന്തായാലും മരിക്കുന്ന ഉറപ്പായിരുന്നു. മരിക്കണേ മുന്നേ പോയത് മരിക്കുക, ആ ഒരു സെറ്റപ്പിലാണ് കീരിക്കാടൻ ജോസും സേതുവും കൂടി അടിയാവുന്നത്. ലാസ്റ്റ് കീരിക്കാടൻ മരിക്കും, സേതു ജയിലിലും ആകും. ആ കത്തി താഴെ കിടപ്പ അവരുടെ അച്ഛൻ്റെ സീന്, എല്ലാവരുടെ വിഷമം, ഇമോഷൻസ് എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു അടിപൊളി മൂവിയായിരുന്നു നമ്മളുടെ കിരീടം. നിങ്ങൾ കാണാത്തവരുണ്ട് എന്ന് വെച്ചാൽ എന്തായാലും പോയി ഇന്ന് കാണാം. ആക്ച്വലി ലാലേട്ടൻ്റെ മൂവീസിൽ എനിക്ക് ട്രാജഡി എന്ന് പറയാൻ തോന്നിയത് ചെങ്കോലും കിരീടും. കിരീടം പിന്നെയും കുഴപ്പമില്ല, ചെങ്കോല് കാണാനേ പറ്റില്ല. കുറെ നാൾക്ക് ശേഷം ഞാൻ ഇന്നലെയാണ് കിരീടം മൂവി ഫുള്ളായിട്ട് കണ്ടത്. അതിനുശേഷം ചെങ്കോല് കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ അവസാനം കൊണ്ട് പറ്റുന്നില്ല. മനസ്സിൽ ഭയങ്കര വിങ്ങലും വിഷമവും തൊണ്ടയിലാരും പിടിക്കുന്ന പോലത്തെ സങ്കടവും എല്ലാം കൊണ്ട് നമുക്ക് അടുത്ത് കാണാൻ വേണ്ടിട്ട് എനിക്കിപ്പോ തോന്നുന്നില്ല. മോനെ കത്തി താഴെയിടറാ. നിന്റെ അച്ഛനാണാ പറയുന്നത് കത്തി താഴെയിടറാ.
അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.